ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ശാസ്താംപാറ എന്നാണ് ഗൈസ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഏകദേശമുള്ള സ്ഥലങ്ങളൊക്കെ 360യിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഓഫ് റോഡാണ് ഗൈസ്. നമ്മളിത് ഇതുവഴി കയറിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു പാറ കാണാം ഗൈസ്. മുതുക്ക് പാറയാണ്, മുതുക്ക് പാറ. നോക്കിയോളൂ ഗൈസ്, എന്തോ അങ്ങനെ അവസാനം നമ്മൾ ശാസ്താംപാറയുടെ മുന്നിലെത്തി ഗൈസ്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ അകത്ത് കയറിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിനകത്ത് ആരും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളടുത്ത് ഗൂഗിൾ പേ ആണെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ്റെ പേഴ്സണൽ നമ്പറിലാണ് ഞങ്ങളടുത്ത് പൈസ അയക്കാൻ പറഞ്ഞത്. ഇതൊരു ഇക്കോ ടൂറിസം പദ്ധതിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇത് കേരള സർക്കാരിൻ്റെ സ്ഥലമാണ്. ഞങ്ങൾക്ക് അയാൾ ടിക്കറ്റ് തന്നിട്ടില്ല. ഞങ്ങൾ പൈസ അയച്ചത് അയാളുടെ പേഴ്സണൽ നമ്പറിലോട്ടാണ്. ഒരാൾക്ക് 25 രൂപ വെച്ച് 2 പേർക്ക് 50 രൂപയാണ് ചാർജ്. അപ്പം ഇതാണ് ഈ പടിയിലൂടെയാണ് ഇനി നമ്മൾ കയറി പോകേണ്ടത്. പാറയിലാണ് ഈ പടികൾ പണിതിരിക്കുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെയൊക്കെ ഇരിക്കാം. ചായയും കോഫിയൊക്കെ കിട്ടും. പക്ഷെ രാവിലെ ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. അപ്പം ഈ കട അടച്ചിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു കട മാത്രമേ ഇവിടെ ഉള്ളൂ. വെള്ളം വല്ലതും വേണമെങ്കിൽ താഴെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക ഗൈസ്. ആ ഗോപുരം കാണുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ പോവേണ്ട സ്ഥലം. പക്ഷെ നമ്മൾ അതിൻ്റെ താഴെയുള്ള ഒരു പാറയിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇവിടുത്തെ വ്യൂ ആണ്. ഇതോ അങ്ങ് അറ്റത്ത് കുറച്ചേരം നിൽക്കാൻ പറ്റും. നോക്കട്ടെ. നോക്കൂ ഗൈസ്, താഴോട്ട് കുഴിയാണ്. ഈ സൈഡിലെല്ലാം എന്ത് കിട്ടിലും വ്യൂ ആണ് ഗൈസ്, കിട്ടിലും വ്യൂ. സൂര്യണ്ണൻ നിൽക്കുന്ന ഇവിടുത്തെ വ്യൂ ആണ് ഗൈസ്. നമ്മുടെ സ്ഥലം എത്തിയിട്ടില്ല ഗൈസ്. വീണ്ടും നടന്ന് 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 കൊള്ളോട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടോ, മുതുക്ക് പാറ അപ്പുറത്തുണ്ട് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെയും കിട്ടിലും വ്യൂ ആണ് ഗൈസ്, കിട്ടിലും. നല്ല അടിപൊളി കാറ്റും. ഇവിടെ കാറ്റെ കൊണ്ട് നിൽക്കാനും കാറ്റെ കൊണ്ട് കിടക്കാനും കാറ്റെ കൊണ്ട് ഇരിക്കാനും കിട്ടിലും വ്യൂ ആണ് ഗൈസ്. നല്ല 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 കിട്ടില്ല സ്ഥലം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തിനെ എക്സ്പ്ലോർ ചെയ്ത് കാണാം. 4 സൈഡ് 360. ഓ, അപ്പൊ ഗൈസ്, ഒരിക്കലും പറ്റാത്ത 2 നീറവ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഒരെണ്ണം ആണെന്ന് തോന്നുന്നു. ഇത് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെ ഉണ്ടെന്ന് പറഞ്ഞു. പാർക്കിന്റെ അടുത്താണെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഗൈസ്. അതിന്റെ തൊട്ടടുത്ത് കുട്ടികൾക്കായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കുണ്ട്. പക്ഷെ ഇതിനകത്ത് കുട്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ കുട്ടിയായി ഞാൻ തന്നെ കളിക്കാൻ പോവാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതിന്റെ സീറ്റ് ഇല്ല. അതേപോലെ തന്നെ ചാടി കളിക്കാൻ പറ്റിയ സാധനമൊക്കെ പൊട്ടി കിടക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് എന്നെ പോലത്തുള്ള മുതുക്കന്മാര് കയറി നിരങ്ങിയിട്ട് പോയതാണെന്ന് തോന്നുന്നു. അടിപൊളി. നീ നല്ല ആട്ടുന്നുണ്ട്. അതിലെപ്പോഴും നിൽക്കൂ. ഗൈസ്, നിങ്ങൾക്ക് വെള്ളം തയ്ച്ച് ഇവിടെ കുടിവെള്ളം ഒന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ കുടിവെള്ളം ഇല്ല ഗൈസ്. ഇവിടെ കുടിവെള്ളം ഇല്ല. അപ്പം നിങ്ങൾ താഴെ നിന്ന് വെള്ളം വാങ്ങിച്ചുകൊണ്ട് മാത്രം വരിക ഗൈസ്. നിങ്ങൾ കുടിവെള്ളം വാങ്ങിച്ചുകൊണ്ട് വരണേക്കെ കൊള്ളാം. ഇതേപോലെയൊന്നും വലിച്ചെറിയരുത്. അവിടെങ്ങളിലായിട്ട് ഈ വേസ്റ്റ് ബിന്ന് വച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇടാൻ ശ്രമിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്. അതിനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നശിപ്പിക്കാതിരിക്കുക. ട്രക്കിൻ്റെ സൈഡിലുള്ള മണ്ഡപത്തിൽ ഭയങ്കര തണലാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇവിടെ തണലായിരിക്കും. അപ്പോഴും നിങ്ങൾ ഏത് ടൈമിൽ വന്നാലും
ഇവിടെ വന്നിരുന്ന നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാനും പറ്റും. നല്ലൊരു വ്യൂ ആണ്, സെറ്റാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പാറേര 3ാമത്തെ സൈഡിലോട്ട് പോവുകയാണ്. ഈ കമ്പിയോല കെട്ടിയിരിക്കുന്നതിൻ്റെ അങ്ങ് മുകളിൽ കയറണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഇവിടെ കയറണമെങ്കിൽ പടിയൊന്നുമില്ല, നിങ്ങൾ തന്നെ പാറ ചവിട്ടി കയറണം. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വ്യൂ കാണാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് ഒരിക്കലും പറ്റാത്ത നീരുറവ സെക്കൻഡ്. കിടിലാണ് ഗൈസ്. ആമ്പലൊക്കെ ഉണ്ട്, ആമ്പൽ പറിക്കണമെന്നുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആമ്പൽ പറിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറിക്കും. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ആമ്പല് പറിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ മാമെന്ന് പറഞ്ഞ ആമ്പല് പറിക്കില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറിച്ച ആമ്പല് തിരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരും വന്ന് ആമ്പല് പറിച്ചാൽ ട്രിവാൻഡ്രത്ത് നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്ന് പേയാട്, തച്ചോട്ടാവ്, മൂങ്ങോട് റോഡ് വഴി ശാസ്താംപാറയിൽ എത്തിച്ചേരാം. വിളപ്പിശാലയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. നിങ്ങൾക്ക് വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ഇപ്പം ചെറിയ വെയിലുണ്ട്, പക്ഷെ വെയിലില്ലാത്ത ടൈമിൽ വന്നാൽ ഇവിടെ കിടിലാണ് ഗൈസ്. കിടിലം. ഇപ്പോഴും കാറ്റുണ്ട്, വെയിലുണ്ട്, പക്ഷേ കിടിലാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും കൂടെ അടിക്കണം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.